നമസ്കാരം. പ്രായമായ മാതാപിതാക്കളെയും വയോജനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ഓരോ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇന്ന് പ്രായമായ പലരും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുകയും അവഗണിക്കപ്പെടുകയും സ്വന്തം മക്കളിൽ നിന്ന് പോലും വേണ്ടത്ര പരിഗണന കിട്ടാതെ അവഗണന നേരിടുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കുടുംബത്തിനായി ജീവിതം മുഴുവൻ സമർപ്പിച്ചവർ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സുരക്ഷയും സ്നേഹവും തേടി അലയുന്ന അവസ്ഥ വളരെ വേദനയുണ്ടാക്കുന്നതാണ്. വയോജനങ്ങളുടെ സംരക്ഷണം എന്നത് സാമ്പത്തിക സഹായത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അവരുടെ വാക്കുകൾ കേൾക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും അവരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുകയും വേണം. ഇതിനേക്കാളുമൊക്കെ ഉപരി അവർക്ക് ബഹുമാനവും നൽകണം. ഇതെല്ലാം നമ്മുടെ കടമകളാണ്. സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ഒരു സമൂഹം സ്വന്തം ഭൂതകാലത്തെയും മൂല്യങ്ങളെയും അവഗണിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്കായി നൽകുന്ന കരുതൽ നാളെ നമ്മുടെ മക്കൾ നമുക്ക് തരേണ്ട കരുതലാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ സ്ഥിതി ഇതല്ല. മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയുമായി നിയമത്തിൻ്റെ കരുണ കാത്തിരിക്കുന്ന 6000-ലധികം മാതാപിതാക്കൾ കേരളത്തിലുണ്ടെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജീവനും ജീവിതവും സമ്പാദ്യവും കൊടുത്തു വളർത്തിയ മക്കൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്ന പരാതികളാണ് വയോജന മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളിൽ ഉള്ളതിൽ കൂടുതലും. മക്കൾ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ മിക്ക മാതാപിതാക്കളും തങ്ങൾ ആയ കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ മക്കളുടെ പേരിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ സ്വത്തുക്കൾ എഴുതി വച്ചിട്ടും മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ റദ്ദാക്കിയത് 135 കേസുകളാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കാതായതോടെ വയോജന മെയിൻ്റനൻസ് ട്രിബ്യൂണൽ ഇടപെട്ട് മക്കളെ കൊണ്ട് സ്വത്തുക്കൾ തിരിച്ചെഴുതി കൊടുത്തു. ഇതുകൂടാതെ 1050 കേസുകൾ അച്ഛനമ്മമാർക്ക് അനുകൂലമായി ട്രിബ്യൂണലുകളിൽ തീർപ്പാക്കി. 2007 നിലവിൽ വന്ന സീനിയർ സിറ്റിസൺസ് ആക്ടിലെ സെക്ഷൻ 23 അനുസരിച്ചാണ് ഈ നടപടി. സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് കേരളത്തിൽ തുടങ്ങിയ 27 മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളിൽ നിന്ന് പുറത്തു വന്ന കണക്കാണിത്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക ഭരണ സംവിധാനം എന്ന നിലയിൽ ഈ വകുപ്പ് രൂപീകരിച്ചത്. എന്നാൽ ഈ നേട്ടത്തിനൊപ്പം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ മക്കളെ സ്വത്തിൽ നിന്നൊഴിപ്പിക്കാൻ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണലുകൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചിരുന്നു. മുതിർന്ന പൗരന്മാർക്ക് സ്വയം സംരക്ഷിക്കാനാവശ്യമായ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഓരോ മാസവും ജീവനാംശം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരാതികൾ സംരക്ഷിക്കാമെന്നുള്ള ഉറപ്പിൽ സ്വത്ത് കൈമാറിയിട്ടും സംരക്ഷിക്കുന്നില്ലെങ്കിൽ സ്വത്ത് കൈമാറ്റം അസാധുവാക്കാനുള്ള അപേക്ഷ, മുതിർന്ന പൗരന്മാരെ ഭീഷണിപ്പെടുത്തൽ, ഉപദ്രവം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം, ക്ഷേമം, സംരക്ഷണം, ഭക്ഷണം, വസ്ത്രം, ചികിത്സ, വീട് ഇതൊക്കെ നൽകാതിരിക്കൽ എന്നിങ്ങനെയുള്ള പരാതികളാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണൽ പരിഗണിക്കുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 27 ട്രിബ്യൂണലുകളിലും RDOമാരാണ് പരാതികളിൽ ഹിയറിംഗ് നടത്തുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ കാലതാമസം നേരിടുന്നുണ്ട്. ഹിയറിംഗ് നടത്താനുള്ള അധികാരം റിട്ടയർഡ് ജഡ്ജിമാർക്ക് നൽകണമെന്നുള്ള ശുപാർശ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഏറ്റവും കൂടുതൽ പരാതികളുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. 2602 പരാതികളാണ് ഇവിടെയുള്ളത്. ചെങ്ങന്നൂരിൽ 416, കൊല്ലത്തും ആലപ്പുഴയിലും 389 വീതവും, മൂവാറ്റുപുഴ 348, പുനലൂരിൽ 259 പരാതികളുണ്ട്.